നമസ്കാരം. ബി.ജെ.പിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. വരുൺ ഗാന്ധിക്ക് സ്വന്തം കോട്ടയായ പിലിഭിത്ത് നഷ്ടമായിരിക്കുന്നു. ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല. പകരം പിലിഭിത്ത് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ ജിതിൻ പ്രസാദയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതേസമയം വരുണിന്റെ അമ്മ മനേക ഗാന്ധിക്ക് സുൽത്താൻപൂർ സീറ്റ് ബി.ജെ.പി നൽകിയിട്ടുണ്ട്. പാർട്ടിയുമായി അത്ര നല്ല ബന്ധമല്ല ഇപ്പോൾ വരുണിന് ഉള്ളത്. അതുപോലെ അദ്ദേഹം നടത്തുന്ന പരസ്യ പ്രസ്താവനകളും പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതെല്ലാം സീറ്റ് നിഷേധിക്കാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. നടി കങ്കണ റാവത്തിനും ബി.ജെ.പി സീറ്റ് നൽകിയിരിക്കുകയാണ്. നേരത്തെ നടിക്ക് സീറ്റ് നൽകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇത് സത്യമായിരിക്കുകയാണ്. ബി.ജെ.പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശക്തമായി പിന്തുണയ്ക്കാറുണ്ട് കങ്കണ. വ്യവസായ ഭീമൻ നവീൻ ജിൻഡാൽ, രഞ്ജിത്ത് ചൌതാല, മുൻ കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ എന്നിവരും 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിലാണ് മത്സരിക്കുക. അതേസമയം ഹിമാചൽ പ്രദേശിൽ മാണ്ടിയിൽ നിന്നാണ് കങ്കണ മത്സരിക്കുന്നത്. കങ്കണയുടെ ജന്മദേശം കൂടിയാണിത്. അതേസമയം അഭിജിത്ത് ഗംഗോപാധ്യായ വളണ്ടറി വിരമിക്കൽ സ്വീകരിച്ച ശേഷമാണ് ബി.ജെ.പിയിൽ ചേർന്നത്. പശ്ചിമ ബംഗാളിലെ താംലൂക്കിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. വിരമിച്ച ശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആദ്യ ജഡ്ജിയാണ് അദ്ദേഹം. സാധാരണ ജഡ്ജിമാർ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാറാണ് പതിവ്. ഒഡീഷയിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണ് മത്സരിക്കുന്നത്. സംബൽപൂരിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാനും പുരിയിൽ നിന്ന് സംബിത് പാത്രയും മത്സരിക്കും. 17 സംസ്ഥാനങ്ങളിലായി 111 പേർ അടങ്ങിയ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശേഷിച്ച 6 സീറ്റിലും ബീഹാറിലെ 17 സീറ്റിലും ഒഡീഷയിലെ 21 സീറ്റിലും ബംഗാളിലെ 19 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി കുമാർ ചൌബെ, വി.കെ. സിംഗ്, മുൻ കേന്ദ്രമന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെ എന്നിവർക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ മകൻ രഞ്ജിത്ത് ചൌതാല ഹിസാറിൽ നിന്നാണ് മത്സരിക്കുന്നത്. രാമായണം സീരിയലിൽ ശ്രീരാമനെ അവതരിപ്പിച്ച നടൻ അരുൺ ഗോവിൽ മീററ്റിൽ നിന്ന് മത്സരിക്കും. ഹേമമാലിനിയാണ് ഇവിടത്തെ നിലവിലെ എം.പി. അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. പുതുമുഖമായ സീതാ സോറൻ ജാർഖണ്ഡിലെ ദുംകയിൽ നിന്ന് മത്സരിക്കും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ബഗുസരയിൽ നിന്നും രവിശങ്കർ പ്രസാദ് പട്ന സാഹിബിൽ നിന്നും മത്സരിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു. 46 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് അവർ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ ദിഗ്വിജയ് സിംഗും അജയ് റായിയും കാർത്തി ചിദംബരവുമെല്ലാം പട്ടികയിലുണ്ട്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കൂടിയായിരുന്ന ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഗഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണസിയിൽ അജയ് റായ് മത്സരിക്കും. കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നാണ് മത്സരിക്കുക. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ചിദംബരത്തിന്റെ മകൻ കൂടിയാണ് കാർത്തി. ശിവഗംഗ ചിദംബരം കുടുംബത്തിന്റെ കോട്ടയായാണ് അറിയപ്പെടുന്നത്. അതേസമയം മുൻ ബി.എസ്.പി നേതാവ് ഡാനിഷ് അലി ഉത്തർപ്രദേശിലെ അംറോഹയിൽ നിന്നാണ് മത്സരിക്കുക. തമിഴ്നാട്ടിൽ നിന്നുള്ള സിറ്റിംഗ് എം.പി മാണിക്യം ടാക്കൂർ വിരുദുനഗറിൽ നിന്നും മത്സരിക്കും. സഹാരൻപൂരിൽ നിന്ന് കോൺഗ്രസിന്റെ പരിചയസമ്പന്നനായ നേതാവ് ഇമ്രാൻ മസൂദ് മത്സരിക്കും. മസൂദ് കോൺഗ്രസിന്റെ എം.എൽ.എ ആണ്. കാൺപൂരിൽ നിന്ന് അലോക് മിശ്ര മത്സരിക്കും. ഹരീഷ് റാവത്തിന്റെ മകൻ വീരേന്ദ്ര റാവത്തിനും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഹരിദ്വാറിൽ നിന്നാണ് വീരേന്ദ്ര റാവത്ത് മത്സരിക്കുക. കോൺഗ്രസ് നേതാവ് പി.എൽ. പുനിയയുടെ മകൻ തനുജ പുനിയ യു.പിയിലെ ബാരബങ്കിയിൽ നിന്നും മത്സരിക്കും. മുൻ IAS ഓഫീസറായ ശശികാന്ത് സെന്തിൽ തിരുവള്ളൂരിൽ നിന്ന് മത്സരിക്കും. ജമ്മു കശ്മീരിൽ 2 തവണ എം.പിയായ ചൌധരി ലാൽ സിംഗ് ഉദ്ധംപൂരിൽ നിന്ന് മത്സരിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെതിരെയാണ് മത്സരം. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ രമൺ ഭല്ലയ്ക്കും ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ജമ്മുവിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുക. രാജസ്ഥാനിലെ നാഗോർ മണ്ഡലം ഹനുമാൻ ബേനിവാളിന്റെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ജ്യോതി മിർദയ്ക്കെതിരെയാണ് ബേനിവാളിന്റെ മത്സരം. അതേസമയം അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ടാണ് യു.പിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ 7 സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് വിജയ് വസന്താണ് മത്സരിക്കുന്നത്. കാരൂരിൽ ജ്യോതിമണിയും കൂടല്ലൂരിൽ ഡോക്ടർ M.K. വിഷ്ണുപ്രസാദും മത്സരിക്കും. 4 ഘട്ടങ്ങളിലായി ഇതുവരെ 185 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 18 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്.